once again one and all. അവിടെ EMEA കോളേജിന്റെ മുഖ്യ പരിശീലകനായിരുന്ന നിതീഷ് മോഹൻ അടക്കമുള്ള ഒഫീഷ്യൽസ് ആണ് റൈറ്റ് നോ റിയൽ മലബാർ FC-യുടെ ഒഫീഷ്യൽ ലൈനപ്പിലുള്ളത്. റൈറ്റ് ഫ്ലാങ്കിൽ നല്ലൊരു പന്ത്, നല്ലൊരു ബ്രേക്ക് ത്രൂ ഓപ്പർച്യൂണിറ്റി ഫോർ റിയൽ മലബാർ FC. നല്ലൊരു പാസ് ആണ് റൈറ്റ് നോ ആവശ്യം. ആൻഡ് വീട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായി വലയ്ക്കകത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം. പക്ഷേ ഒടുവിൽ വിസിൽ വരുന്നു റഫറിയുടെ. പോയി ചലഞ്ച് ചെയ്തു എന്നുള്ളതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു അവസരത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഒരു കാർഡിലേക്കൊക്കെ എത്താതിരിക്കട്ടെ. ഇതായിരുന്നു ആ ഒരു റണ്ണ്. പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നു കയറിയതിനു ശേഷം ദേഹത്തടിച്ച് അവിടെ ഒരു ഹാൻഡ് ബോളിന് വേണ്ടിയുള്ള ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആവണം എന്തായാലും. അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇൻഫാക്ട് അത്യാവശ്യം നല്ല റിസ്കി ആയ ഒരു ബോളാണ്. കുറച്ചൊന്ന് പിഴച്ചാൽ അത് വലയ്ക്കകത്തേക്ക് ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. സ്ട്രൈറ്റ് നേരെ ഫ്രെയിമിനകത്തേക്ക് തന്നെയാണ് മൈനസ് പാസ് കൊടുക്കുന്നത്. നോക്കുക, വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തുറന്നെടുക്കുന്നു റിയൽ മലബാർ FC. കൃത്യമായി അവിടെ സെൽഫിഷ് ആവുന്നതിന് പകരം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നെടുത്ത ഒരു ഗോളിലേക്ക് എന്തായാലും മഹേഷ് മുബീനെ എത്തിക്കുന്നു. മത്സരത്തിന്റെ 27ാമത് മിനിറ്റിൽ മുബീന്റെ കാലിൽ നിന്ന് വന്ന ഒരു മനോഹരമായ ഗോൾ. അവിടെ ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡിഫൻസീവ് ലൈനിലെ ആ താരത്തിന്റെ ഭാഗത്തു നിന്നും വലിയൊരു മിസ്റ്റേക്ക് ആണ്. ആൻഡ് സെൽഫിഷ് ആവുന്നതിന് പകരം മഹേഷ് ആ പന്ത് പാസ് ചെയ്ത് കൃത്യമായ a good opportunity and it's been celebrated and it's been given. വളരെ ഈസി ആയി ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ കമന്ററി ബോക്സിൽ ഈസി ആയ ഒരു കമന്ററി മൊമെന്റിലേക്ക് കൂടി ഞാനും എത്തുന്നു. എന്തായാലും 37ാമത് മിനിറ്റിൽ 2 ഗോൾ ലീഡിലേക്ക് FC കേരളയ്ക്കെതിരെ റിയൽ മലബാർ FC എത്തുന്നു. ആദ്യ ഗോളിന് ശേഷം രണ്ടാമത് ഗോൾ വരുന്നത് 10 മിനിറ്റുകൾക്ക് ശേഷമാണ്. വീണ്ടും അവിടെ ആ പന്ത് അകത്തേക്ക് വെച്ച് നീട്ടി മഹേഷിലേക്കാണ് എത്തിക്കുന്നത്. തന്നെ ഒരു കംബാക്കിന് അവർക്ക് സാധിക്കും. വീണ്ടും റിയൽ മലബാറിന്റെ മുന്നേറ്റം. വെരി ഓർഗനൈസ്ഡ് ആയി തന്നെ അവരുടെ നല്ലൊരു റണ്ണ് ഇൻസൈഡ് ദ പെനാൽറ്റി ഏരിയ. അത് പാസിലേക്ക് മാറ്റിയാൽ ഓഫ് സൈഡ് ആയി മാറിയേക്കാമായിരുന്നു. പക്ഷെ പാസിലേക്ക് മാറ്റുന്നതിന് പകരം കൃത്യമായി ക്ലവറായി അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സെലിബ്രേഷൻ വൺസ് അഗൈൻ 39ാമത് മിനിറ്റിൽ വൺസ് അഗൈൻ ഒരു ഹൈ സ്കോറിംഗ് മാച്ചിലേക്ക് ഈ ഒരു ഗെയിം പോവുകയാണ്. ഇതായിരുന്നു ആ ഒരു മുന്നേറ്റം. പന്ത് വളരെ മനോഹരമായി തന്നെ തഴുകി ഇറക്കി മുന്നിലേക്ക് വിടുകയാണ് അബുദൽ ഷാദ്. അതിനുശേഷം പന്തിനു വേണ്ടി ചാർജ് ചെയ്ത മഹേഷ് പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നു കയറി. മഹേഷിന്റെ ആ ഒരു ചെറിയ ടച്ച്, ഒരു ലിറ്റിൽ ടച്ച്. സഫറിൽ നിന്ന് ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് ഇൻസൈഡ് ദ പെനാൽറ്റി ഏരിയ. കൃത്യമായ ക്ലിയറൻസ്. വൺസ് അഗൈൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ലോങ് റേഞ്ചർ. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തു നിന്നുള്ളൊരു ഷോട്ടാണ് എന്തായാലും ഉണ്ട്. FC കേരള നല്ലൊരു മിറക്കിൾ കംബാക്കിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇൻഫാക്ട് അവരുടെ ഭാഗത്തുനിന്ന് ആവശ്യം. നല്ലൊരു ഡെലിവറി ഇൻസൈഡ് ദ പെനാൽറ്റി ഏരിയ. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വീണ്ടും ഗോൾ കീപ്പർ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. ക്ലിയറൻസ് ആണ്. അതിനിടയിൽ ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യുന്നു. കളിക്കളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കാര്യമായ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കട്ടെ. അമൽ കിക്കിനായി തയ്യാറെടുക്കുന്നു. ആൻഡ് അമൽ വേഴ്സസ് സുഹൈൽ. തിരിച്ചു വരവിനുള്ള എല്ലാ സാധ്യതകളുമായി അമൽ പന്ത് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്ത് 63ാമത് മിനിറ്റിൽ FC കേരളയ്ക്ക് പുതുജീവൻ നൽകുകയാണ് അമൽ. പരാതികൾക്കോ പരിഭവങ്ങൾക്കോ തീർച്ചയായും ഈ ഒരു സമയത്ത് യാതൊരു സാധ്യതകളുമില്ല. അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ഏരിയാസ് എങ്ങനെയൊക്കെ ഏതൊക്കെ ടീമുകൾ യൂട്ടിലൈസ് ചെയ്യുന്നു ആ ടീമുകൾക്കൊക്കെ തന്നെയും അത്യാവശ്യം നല്ല ഗെയിം കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് പെനാൽറ്റി, ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി, എ വെൽ മെയ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ് FC കേരളയ്ക്ക് വീണ് കിട്ടുന്നത്. 70ാമത് മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിലേക്ക്, ഒരു പെനാൽറ്റിയിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ആ ഒരു പെനാൽറ്റി ഏരിയയിലേക്ക് നിഹാല പന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷം ബോൾ എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ പക്ഷെ വെട്ടി വീഴ്ത്തുകയാണ് അദ്വൈതിനെ ഈ ഒരു അവസരത്തിൽ. അവിടെ ടു മേക്ക് തിങ്സ് കീപ് റണ്ണിങ്. നല്ലൊരു കിക്ക്. ആദ്യത്തെ പെനാൽറ്റി കിക്ക് വലതു പാർശ്വഭാഗത്തേക്കാണെങ്കിൽ സെക്കൻഡ് വൺ ഈസ് ടു ദി ലെഫ്റ്റ് സൈഡ്. 70ാമത് മിനിറ്റിൽ അമലിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു പെനാൽറ്റിക്ക് കൂടി വരുന്നു. 2 പെനാൽറ്റി അവിടെ വിട്ടുകൊടുക്കുകയാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ. ആ ഒരു അറ്റംപ്റ്റ് കൃത്യമായി കണ്ട് അറിഞ്ഞ് പന്തുമായി മുന്നിലേക്ക് പോകാനുള്ള ശ്രമം. പാസിംഗ് ഓപ്ഷൻസ് ആണ് കറന്റ്ലി സെർച്ച് ചെയ്യുന്നത്. പെനാൽറ്റി ഏരിയയിൽ നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഫ്രീ ഹെഡർ ഓപ്പർച്യൂണിറ്റി ആൻഡ് റിയൽ മലബാർ FC ബാക്ക് ഇൻ ടു ദ ഗെയിം. മത്സരത്തിന്റെ 82ാമത് മിനിറ്റിൽ മധുര മനോഹരമായ മറ്റൊരു ഗോളുമായി കളം നിറഞ്ഞു കളിക്കുന്ന റിയൽ മലബാർ FC. അവർ ഇത്രയും നേരം കളിച്ചത്
അവർ ആ ലീഡ് നേടിയെടുത്തത് വെറുതെ അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. പോസിബിൾ ചാൻസ് കൃത്യമായി തുറന്നെടുത്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ കളിക്കളത്തിലേക്ക് വന്ന റിയൽ മലബാർ എഫ് സിയുടെ താരം തന്നെയാണ്. ഫൈനൽ ഡെലിവറി കാണുക, വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു ഡെലിവറി പൂർത്തിയാക്കുന്നു. ആൻഡ് 10 പേരായി വീണ്ടും ചുരുങ്ങേണ്ടി വരുന്നു. ആൻഡ് ഫൈനൽ മൊമെന്റിൽ അവസാന വിസിൽ കൂടി വരുന്നു. ഇറ്റ്സ് റിയൽ മലബാർ FC 4 ആൻഡ് FC കേരള 2.